ഒരു കൊലകാരനായി കഴിഞ്ഞാൽ മക്കൾ ഫാമിലി എങ്ങനെയാണ് നോക്കി കാണുന്നതും കരഞ്ഞിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയത്. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ. കാര്യം എന്ന് പറയുന്നത് ആർക്കും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കഥയത്. അത്രയും ഫീലിംഗ് ആയിപ്പോയി. ലാസ്റ്റ് മോളുടെ കാര്യം, അമ്മ മരിച്ചു പോയല്ലേ, കരഞ്ഞിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയത്. പിന്നെ പൊട്ടി കരഞ്ഞിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയത്. നല്ല സിനിമ കൊള്ളാം. നല്ല പടമാണ്, നല്ല സെൻറ്റിമെൻ്റാണ്. അച്ഛനും മോളുമായിട്ടുള്ള ഭയങ്കര പടം. സെൻറ്റിമെൻറ്റ് കറയും അവസാനം. ഓവറായിട്ടൊന്നുമില്ല, പക്ഷെ ഒരു പ്രാവശ്യം കാണാം, ബോറടിക്കത്തില്ല. സസ്പെൻസ് നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട് അവർ. ഡെഡിക്കേറ്റഡ് ടു ഇന്നസെൻറ്റ് പ്രിസണേഴ്സ്, ഇന്നസെൻറ്റ് പീപ്പിൾ ഹു ആർ ഇൻ പ്രിസൺ. അങ്ങനെ ഒരു ഇതാണ്, റിവെഞ്ച് സ്റ്റോറിയാണ്. മ്യൂസിക് ഇത്തിരി ഇമോഷണലാണ്. ആക്ച്വലി ജയം രവിനെക്കാട്ടിലും വില്ലൻ റോളിൽ സമുദ്രക്കണ്ണിയാണ് സൂപ്പർ. സസ്പെൻസാണ് സിനിമ, സസ്പെൻസാണ്. ഒരു പ്രാവശ്യം കണ്ട് നമുക്ക് കാണാം. നൈസ് പടമായിരുന്നു. BGM ഒക്കെ നൈസ് മൂവിയാണ്. ഇൻ്റർവെല്ലിൽ ഒരു BGM ഉണ്ട്, നൈസാണ്. மிருதண்ட ரெண்டாமത്തെ പോലെ ഉണ്ട്. நல்லா இருக்கு. கடைசி சீன் மட்டும் கொஞ்சம் இதாக இருக்குது, மற்றபடி ஃப்ரண்ட்டில் முதலெல்லாம் நல்லா இருக்குது. கடைசி சீன் தான் கொஞ்சம் சென்டிமெண்ட்டாக இருக்குது. நல்லா அடிச்சிருக்காப்பு, ஜீவனி நல்லா அடிச்சிருக்காப்பு. பார்க்கலாம், கண்டிப்பாக பார்க்கலாம். ഒരു സോകമായിട്ട് പോകണം, വേറെ കരയുന്ന സങ്കടം കൊണ്ട് ഇത് ഒരു മകളുടെ സങ്കടം കൊണ്ട് ലാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുക. കുഴപ്പമില്ല, അത് ഉണ്ട്, നമ്മൾ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. അതൊന്നുമില്ല, എല്ലാം ഒരു ഇത് കുഴപ്പമില്ല. നാളുകൾക്ക് ശേഷം ജയൻ രവിയുടെ ഒരു ലവ് സ്റ്റോറി പടം വന്നിരിക്കുന്നു. അതുമാതിരി കുടുംബകഥയും നല്ലൊരു കഥ ഭാഗ്യരാജ് ടീമിനെ എടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ. കാര്യം എന്ന് പറയുന്നത് ആർക്കും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കഥയത്. കുഴപ്പമില്ല, അത് മറ്റുള്ളവർക്കൊരു ഗുണപാഠമാണിത്. പഠിക്കാൻ സമൂഹത്തിൽ പല കാര്യങ്ങളും നടപ്പുണ്ട്, അതിലൊരു ഭാഗമായിട്ട് കരുതാം. ഇമോഷനുണ്ട്, രണ്ടുമുണ്ട്. അവസാനം വരെ നമുക്ക് ഇരിക്കാനുള്ള ഒരു ഇതുണ്ട്, കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു നല്ലൊരു തിരിച്ചുവരവാണ് പുള്ളിയെ സംബന്ധിച്ച്. ജയൻ രവിയുടെ ഒരു തിരിച്ചുവരവ് കൂടിയാണ് ഈ സിനിമ. നമുക്ക് ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കൂടിയാണ്. നമുക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടങ്ങളിലും നല്ല ജീവിതാനുഭവത്തിലും ഒരു കുടുംബത്തിൽ പിതാവ് എപ്രകാരമാണെന്നുള്ളതിന് നല്ല നേർക്കാഴ്ചയായിട്ടുള്ള ചിത്രം കൂടിയാണ്. നല്ലൊരു മെസ്സേജാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ കുടുംബത്തിലുണ്ടാകുന്ന അപ്പനും അമ്മയും എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു കൊലകാരനായി കഴിഞ്ഞാൽ മക്കൾ ഫാമിലി എങ്ങനെയാണ് നോക്കി കാണുന്നതും പിന്നെ മക്കൾ അനുഭവിക്കുന്ന ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും കൂടിയാണ് ഇതിനകത്ത് വരച്ച് കാട്ടിയിരിക്കുന്നത്. കൊള്ളാം, പടം കൊള്ളാം. കരഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു ഇത് അഭിനയം, രവിയുടെ അഭിനയം കാണുമ്പോൾ കരഞ്ഞു, സന്തോഷമായി. രവിന് ശേഷം വന്നിട്ടുള്ള പടം രവിയുണ്ട്.